ആ മഞ്ഞയും ബ്ലാക്കും ജേഴ്സി ഇട്ടവനാടാ. ബോക്സിംഗ് പഠിക്കണം എല്ലാവർക്കും കൂടിയാ. ഇവിടെ തുടങ്ങുകയാണ് നമ്മളുടെ പ്രഹസനം. ആലപ്പുഴ ജിങ്കാല. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും തല്ലുമാല എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് അറിയാം. ആ സിനിമ എടുത്ത സെയിം ക്രൂ തന്നെയാണ് ഈ സിനിമയും എടുത്തിരിക്കുന്നത്. സോ സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം നല്ല രീതിയിൽ തന്നെ സിനിമ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ടാണ് ഇങ്ങനെ പോയെങ്കിലും സെക്കൻഡ് ഹാഫ് ഒക്കെ കിടിലനാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ 2025 ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ ഞാൻ കണ്ടിട്ടുള്ളതില് തുടരും കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ആലപ്പുഴ ജിങ്കാല തന്നെയാണ്. ഒരു സാധനം ഈ സിനിമ എന്ന് പറയുന്നത് ഒരു സ്പോർട്സ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമയാണ്. ബോക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയാണ്. അത്യാവശ്യം ബോക്സിങ്ങുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. കിടിലായിട്ടുള്ള ഫൈറ്റ് ഒക്കെ ഉണ്ട്. പറയേണ്ട ആവശ്യമില്ലല്ലോ, തല്ലുമാല സിനിമ കണ്ടവർക്കറിയാം. ആ സിനിമ എടുത്ത സെയിം ക്രൂ തന്നെയാണ് ഈ സിനിമയും സംഭവങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. എഡിറ്റിങ്ങിനെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ അതൊക്കെ നൈസായിട്ട് ചെയ്ത് വെച്ചു. തല്ലുമാലയുടെ അടുത്ത് വരത്തില്ലെങ്കിലും എനിക്ക് പേഴ്സണലി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ സിനിമ ഇഷ്ടപ്പെട്ടു. സിനിമയുടെ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണമുണ്ട്. സംഭവം വെച്ചാൽ നമ്മളിതിങ്ങനെ എക്സ്പെക്റ്റ് ആയിട്ടിരിക്കും, ഇവൻ ജയിക്കും എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കുന്ന സമയത്ത് അവൻ തോക്കും. എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലേ അല്ല സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ വിഷയമായിട്ട് അവൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ വിചാരിപ്പിക്കും, അവസാനം അതൊന്നും നടക്കാത്തത് പോലെ ആവും. എനിക്ക് നല്ലപോലെ തന്നെ നൈസായിട്ട് തന്നെ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ലതായിട്ട് തന്നെ വർക്ക്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫണ്ണായിട്ട് തന്നെ ബോറടിക്കാതെ ലാഗാണ്, എന്നാലും കുഴപ്പമില്ലാതെ അവ കണ്ടിരിക്കാം. എന്തുവാണെങ്കിലും ക്യാരക്ടർ ഡെവലപ്മെന്റ് ഒക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്നത്. മേക്കിംഗ് സൈഡൊക്കെ അവന്മാർ കിഡിലിനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കൂടാണ് നമുക്ക് ഈ സിനിമ വളരെയധികം നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടുന്നത്. ഇതിനെക്കുറിച്ചെല്ലാം പറയുന്ന സമയത്ത് തന്നെ ഇതിനകത്തിൽ അഭിനയിച്ചവരെ കുറിച്ചും പറയണമല്ലോ. അവരെല്ലാവരും നൈസായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ നസ്ലിന്, അതുപോലെ തന്നെ നമ്മുടെ പടക്കളം കണ്ടവർക്കറിയായിരിക്കും, പടക്കളത്തിൻ്റെ അതിലെ നായകനായിട്ട് വന്നിരുന്ന നമ്മുടെ സന്ദീപ്. സോ ഇവരെല്ലാവരും ഈ സിനിമയ്ക്കകത്തിലുണ്ട്. കുറേ ആക്ടേഴ്സ് ഉണ്ട്. DJ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. കുറേ പേരുണ്ട്. സ്റ്റാഫ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫണ്ണാണെങ്കിലും കുറച്ച് വലിച്ചു നീട്ടിയിട്ടാണെങ്കിലും അത്യാവശ്യം ഫണ്ണ് രീതിയിലൊക്കെ കൊണ്ടുപോയി. സ്റ്റാഫ് ആയപ്പോഴത്തേന് ഈ വലിച്ചു നീട്ടിലൊക്കെ നിർത്തിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുക, ഫൈറ്റ്സ്, വിഷയം. എനിക്ക് ഈ സിനിമ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കണ്ടിരിക്കേണ്ട ഒരു നല്ല സിനിമ തന്നെയാണ് ആലപ്പുഴ ജിങ്കാല. സോ OTT-ലുണ്ട്, നിങ്ങൾ എല്ലാവരും പോയി കാണുക. ഈ വരുന്നത് ആംബുലൻസിലാണോ അതോ ചാമ്പ്യൻ ആയിട്ടാണോന്ന് നമുക്ക് കാണാം. ചാമ്പ്യൻ ഉണ്ടെന്ന്. ഓഹോ.